നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ കഥകൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വൈജയന്തി ബബിതയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. വൈജയന്തി നോക്കുമ്പോ പുസ്തകമൊക്കെ ടേബിളിലുണ്ട്. പക്ഷെ ബബിതയുടെ കണ്ണ് മറ്റെവിടോ ആണ്. ദൂരത്തേക്ക് എവിടേക്കോ നോക്കിയിരുന്ന് ഭയങ്കര ആലോചനയിലാണ്. അല്ല, നീ പഠിക്കുവാണോ സ്വപ്നം കാണുവാണോ? ബബിത പെട്ടെന്ന് തലതിരിച്ച് നോക്കി. അല്ല, കുറെ സമയമായിട്ട് ഞാൻ നോക്കുന്നു. നീ പുസ്തകത്തിലോട്ട് നോക്കുന്ന പോലുമില്ല. ആരെ കാണിക്കാനാ അതിങ്ങനെ തുറന്നു മലർത്തി വെച്ചിരിക്കുന്നത്? വൈജയന്തി ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറയണേ. അതെ, അങ്ങനെ ടിക്കറ്റ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വന്ന് കാണാം. മര്യാദക്ക് സംസാരിച്ച് പഠിക്കണേ ആദ്യം. എന്തു പറഞ്ഞാലും തർക്കുത്തരം. എവിടുന്ന് പഠിച്ച നീയത്? വേറെ എവിടുന്ന് പഠിക്കാനാ? ഇവിടുന്ന് തന്നെ. അതിന്റെ യൂണിവേഴ്സിറ്റി ആണല്ലോ ഈ വീട്. അമ്മ അതിന്റെ വൈസ് ചാൻസലറും. മതിയടി പ്രസംഗിച്ച് എഴുന്നേറ്റ് വാ. കിച്ചനെ വന്ന് വല്ല സഹായിക്ക്. 3 നേരം ഉരുട്ടി വിഴുങ്ങണ്ടേ കൃത്യസമയത്തിന് തന്നെ. അതെ, ഞാൻ ഉരുട്ടാതെ വിഴുങ്ങിക്കോളാം. കൃത്യസമയത്ത് തന്നെ വേണമെന്നില്ല. 5-10 മിനിറ്റ് തെറ്റിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. നിന്നോടാ ബബിതെ പറഞ്ഞ് എഴുന്നേറ്റ് വരാൻ. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ. 100 കൂട്ടം പണി കിടക്കുന്നു. എനിക്ക് വയ്യ എല്ലാം കൂടി ചെയ്യാൻ. അതെ, ഞാൻ എണീറ്റ് വന്നാൽ ഒന്നും ചെയ്യില്ല. ചുമ്മാ കയ്യും കെട്ട് നോക്കി നിൽക്കും. അമ്മ ചെന്ന് അവളെ വിളിക്കും. വേറൊരുത്തി ഇവിടെ കൊച്ചമ്മ ചാവഞ്ഞിരിപ്പുണ്ടല്ലോ. അവളുടെ അടുത്ത് നാക്കിട്ടരച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നേ. എനിക്കാണെങ്കിൽ ശരിക്കും നടക്കാൻ പോലും ആയിട്ടില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് ഈ ജോലിയല്ല. കയ്യും കാലും ഒടിഞ്ഞ് ആശുപത്രി കിടന്നിട്ട് വന്നവളാണ്. പരിഗണന പോലും ഇല്ല ഒരെണ്ണത്തിനും. ആര് പറഞ്ഞിട്ട് ഇവിടുന്ന് കാറും എടുത്തോണ്ട് ചാടിപ്പോയത്? അത് ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ. അതിന്റെ ബലമല്ലേ കയ്യും കാലും ഒടിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ഒരു ചൊല്ലുണ്ടല്ലോ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാല 2 കോപം കൊണ്ട്. അത്രയും പറഞ്ഞപ്പത്തിനും വൈജയ്ക്ക് ദേഷ്യം വന്നു. എടി, നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചാണോടി? പെറ്റ തള്ളയാണെന്ന വിചാരം വേണ്ട. ഒരന്യ സ്ത്രീയോട് കാണിക്ക് ഇത്ര മനുഷ്യത്വമെങ്കിലും ഉണ്ടോടി നിനക്കൊക്കെ? വൈജയന്തി ആരോടൊന്നില്ലാതെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അല്ലേ ബബിതയൊന്ന് നോക്കണം. ബബിതയ്ക്കും ദേഷ്യം വന്നു. ഇരിക്കുന്ന കസാരയിൽ നിന്ന് അവൾ എഴുന്നേറ്റു. അതെ, ഈ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം മാർക്കറ്റിൽ നിന്ന് വാക്കാൻ കിട്ടുന്ന ചരക്കൊന്നുമല്ല. ഈ പറയുന്ന തള്ളയും തന്തയും ഒക്കെ ചേർന്ന് അവരുടെ മക്കളുടെ മനസ്സിൽ കുഞ്ഞുനാള് മുതലേ പാഗ്യം മുളപ്പിച്ച് വളർത്തിക്കൊണ്ട് വരണ്ട. എന്നാലേ ആവശ്യം വരുമ്പോൾ അതിൽ നിന്ന് പലതും പറിച്ചെടുക്കാൻ പറ്റും. തിന്നാൻ നേരമാകുമ്പോൾ കൊച്ചമ്മമാരെല്ലാം കൂടെ ഊണുമുറിയിലിട്ട് വന്നേക്ക്. ഞാൻ അമ്മിക്കല്ല് പുഴുങ്ങി വെച്ചേക്കാം. വൈജയന്തി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അങ്ങ് നടന്നുപോയി. വീടാകെ അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. വീട്ടുജോലികളെല്ലാം വൈജയന്തിക്ക് തന്നെ ചെയ്യേണ്ടി വന്നു. ഇന്നലെ കൃഷ്ണമോളോട് മുറ്റം തൂക്കാൻ പറഞ്ഞിട്ട് അവൾ ചെയ്തില്ല. സ്റ്റഡി ലീവ് വേണം, പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവൾ മുറി കയറി വാതടിച്ചു. വൈജയന്തിക്കിട്ട് പണി കൊടുക്കുന്നതാണ് ബബിതയും കൃഷ്ണമോളും എല്ലാരും കൂടെ ചേർന്നിട്ട്. വൈജയന്തി ഇതുവരെ ഇങ്ങനെ വൃത്തിഹീനമായൊരു പരിസ്ഥിതി ജീവിച്ചിട്ടേ ഇല്ല. ഒരു ജോലിക്കാരിയെ വെക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് സാധിച്ചിട്ടുമില്ല. മക്കളോട് 3 പേരുടെ സഹായത്തിന് അഭ്യർത്ഥിച്ചെങ്കിലും ആരുവാണെങ്കിലും സഹായത്തിന് വന്നതുമില്ല. മുറ്റം അടിച്ചിട്ട് 2 ദിവസമായി. മുഴിഞ്ഞ വസ്ത്രങ്ങളൊന്നും അലക്കിയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കി പാത്രങ്ങൾ പോലും വൃത്തിയാക്കിയിട്ടില്ല. പക്ഷെ തോറ്റു കൊടുക്കാനായിട്ട് വൈജയന്തി തയ്യാറായിരുന്നില്ല. കാരണം തോൽവി എന്നൊരു വാക്ക് വൈജയന്തിയുടെ ജീവിത നിഘണ്ടുവിലില്ലല്ലോ. അടുത്ത ആഴ്ച മുതൽ ജോലിക്ക് പോയി തുടങ്ങാമെന്നാണ് വൈജയന്തിയുടെ കണക്കൂട്ടല്. ഇല്ലെങ്കിൽ ശരിയാകത്തില്ല. ഇനിയും ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ വൈകല്യം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്നൊരു ചിന്ത വൈജയന്തിയുടെ മനസ്സിലുണ്ട്. ഉച്ചയുണ്ട സമയമായപ്പോഴേക്കും വൈജയന്തി ചോറും കറികളെല്ലാം വെച്ചു. രോഹിത്തിനെ ഹോട്ടലിൽ പറഞ്ഞയപ്പിച്ച് കുറച്ച് മീൻ കൂടി വാങ്ങിപ്പിച്ചു. ഉച്ചയ്ക്ക് ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുക വൈജയന്തി ആരോടൊന്നില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറഞ്ഞു, ഇന്നും കൂടെ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചുതരും. നാളെ മുതൽ അവരവർ തന്നെ വെച്ച് കഴിച്ചോണം. അതെന്താ അങ്ങനെ? രോഹിത്തിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് വയ്യ, അത്ര തന്നെ. ഒരു ഇലയെടുത്ത് മറിച്ചു വെക്കാൻ കഴിയില്ല ഒറ്റ. നാളെ മുതൽ അവരവരുടെ അവരവരുടെ ഡ്രസ്സുകളെല്ലാം അയൺ ചെയ്യുന്നു. അതുപോലെ തന്നെ അടുക്കളയിൽ കയറി എന്നെ സഹായിക്കുകയൊക്കെ ചെയ്തോണം. പിന്നെ മുറികളൊക്കെ സ്വയമേ തന്നെ ക്ലീൻ ചെയ്തോണം. ഈ അമ്മയെന്ന് പറയുന്ന സാധനം മക്കളുടെ വേലക്കാരിയൊന്നുമല്ല. നാണമാന്നില്ലേ അമ്മയ്ക്ക് ഞങ്ങളുടെ മുഖത്ത് നോക്കി ഇത് പറയാന്. രോഹിത്തിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അമ്മ വന്നപ്പോ ഈ വീട്ടിലെ എല്ലാ ജോലിയും ഞങ്ങൾ 3 പേരും കൂടെ കൃത്യമായിട്ട് ചെയ്തോണ്ടിരുന്നല്ലേ. ആരാ ഇതൊക്കെ നിർത്തലാക്കിയത്? മുറ്റമടിക്കുന്നു, ഡ്രസ്സ് വാഷ് ചെയ്യുന്നു, വീട് തൂത്തുടയ്ക്കുന്നു, പ്ലേറ്റ് കഴുകുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാം അമ്മ തന്നെയല്ലേ വിലക്കിയത്. അതെ, നിങ്ങൾക്ക് പഠിക്കാൻ അത്ര സമയം കൂടെ കിട്ടട്ടെ എന്ന് കരുതിയാ ഞാനിങ്ങനെ ചെയ്തേ. മാത്രമല്ല എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു വീട്ടുജോലിക്കാരി വരുമെന്ന് വിചാരിച്ചു. മുഖത്ത് നോക്കി കള്ളം പറയല്ലേ എന്റെ അമ്മേ. അലീന ചേച്ചിയോടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയായിരുന്നു. ഞങ്ങൾക്ക് അതെല്ലാം അറിയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അമ്മ ഇങ്ങനെ ഈ കുരുട്ട് പിടിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിലേ അമ്മയ്ക്ക് തന്നെയാ പണി. ഒരു കാര്യം ചെയ്യാം,
ഒരു ജോലിക്കാരി അങ്ങ് നിർത്തിയേക്കാം. എന്തിനു ജോലിക്കാരി? ഞങ്ങൾ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാണല്ലോ, അപ്പോഴും ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നില്ലല്ലോ. അതെ, അലിയനി ചേച്ചി പോയതിനു ശേഷം ഞങ്ങൾ ഈ വീട്ടിലെ കാര്യങ്ങൾ വൃത്തിയാക്കി ചെയ്തോണ്ടിരുന്ന. അപ്പൊ അമ്മയല്ലേ ഇടയ്ക്കിലേക്ക് കയറിയത്. ഭവിതയ്ക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് രോഹിത് പറഞ്ഞു, അമ്മ ഞങ്ങളുടെ ടൈം ടേബിൾ എല്ലാം തകർത്തു. ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു, അമ്മ അത് നശിപ്പിച്ചു. രോഹിത്തിന്റെ കുറ്റപ്പെടുത്തലുകൾ കേട്ടപ്പോ വൈജയന്തിക്ക് ഒട്ടും അങ്ങ് സഹിച്ചില്ല. സ്വന്തം അമ്മയെ കൂടാതെ ഒരു യൂണിറ്റ് ഈ വീട്ടിൽ വേണ്ട. 2 ദിവസം കൂടി ഞാൻ നോക്കും ഒരു ജോലിക്കാരിയെ കിട്ടുമെന്ന്. ഇല്ലെങ്കിലുണ്ടല്ലോ വേറെ ജോലിക്കാരിയെ വെക്കാനൊക്കെ എനിക്കറിയാം. നിന്റെ ഒന്നും ഒരു സഹായം എനിക്ക് വേണ്ട. വൈജയന്തി ഇന്ന് വരെ ഒരു കാര്യത്തിനും ആരുടെയും കാല് പിടിച്ചിട്ടില്ല, ഇനി പിടിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അത് കേട്ടിട്ട് മറ്റുള്ളവർ മൈൻഡ് ചെയ്യാൻ പോലും പോയില്ല. പെട്ടെന്ന് ബബിത രോഹിത്തിനോട് ചോദിച്ചു, അലീന ചേച്ചി കഴിഞ്ഞ ദിവസം വിളിച്ചായിരുന്നോ? ഇന്നലെ വിളിച്ചില്ല, മിനിഞ്ഞാന്ന് വിളിച്ചായിരുന്നു. രോഹിയുടെ എന്റെ ഫോണൊന്ന് റിപ്പയറിങ്ങിന് കൊടുക്കണേ, അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നേ. ചിലപ്പോൾ മിസ്ഡ് കോള് കാണാം, പക്ഷെ റിങ് ചെയ്യത്തില്ല എന്ന് ബബിത പറഞ്ഞു. നിനക്ക് അലീന ചേച്ചി വിളിക്കണേ, എന്റെ ഫോണിൽ നിന്ന് വിളിച്ചോ. നിങ്ങൾക്ക് വേറൊന്നും പറയാല്ലേ? അവളുടെ പേരോട് ഉച്ചരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൈജയന്തിക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യമായിരുന്നു. രോഹിത്തും ബബിതയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കി. വൈജയന്തി കഴിക്കാണ്ടിരിക്കുമ്പോഴത്തേനും ഫോൺ ബെല്ലടിച്ചു. വൈജയന്തി ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് തന്നെ തിരികെ എത്തുകയും ചെയ്തു. ആരായിരുന്നമ്മേ? കൃഷ്ണജി തിരക്കുവാണ്. റോങ് നമ്പർ ആയിരുന്നു, വൈജയന്തി പറഞ്ഞു. വീണ്ടും ടെലിഫോൺ ബെല്ലടിച്ചു. വൈജയന്തി എന്നെ ഫോൺ എടുത്തു. റോങ് നമ്പർ ആണെന്ന് പറഞ്ഞില്ലേ? വൈജയന്തി ദേഷ്യത്തോടെ ഫോൺ അങ്ങോട്ട് വെച്ചു. വീണ്ടും ഊണും മേശയ്ക്കടുത്തെത്തിയും ബെല്ലടിച്ചു തുടങ്ങി. ഭവതി എഴുന്നേറ്റു. അമ്മ ഇരുന്നു, ഞാൻ പോയി എടുത്തോളാം. വേണ്ട. വൈജയന്തി അങ്ങ് തിരിഞ്ഞു നടന്നു. ഭവതിയും പുറകെ ചെന്നു. വൈജയന്തി തെടുക്കപ്പെട്ട് ഫോൺ എടുത്ത് സംസാരിക്കുന്ന അവൾ ശ്രദ്ധിച്ചു. ഇല്ല, പുറത്തു പോയിരിക്കാം. അറിയില്ല, പുറത്തു പോയി. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. വൈജയന്തി റിസീവർ താഴെ വെച്ച് കഴിഞ്ഞപ്പോ ഭവതി സംശയത്തോടെ ചോദിച്ചു, ആരായിരുന്നമ്മേ? അതെ, ബാലേട്ടന്റെ ഒരു ഫ്രണ്ടാ. ബാലേട്ടൻ ഇല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുറത്തു പോയിന്ന്. അമ്മ മാത്രമേ ഉള്ളെന്ന് പറയുന്ന കേട്ടല്ലോ. അപ്പോഴച്ഛന്റെ മാത്രം ഫ്രണ്ട് അല്ലല്ലോ, ഞങ്ങൾക്കും കൂടെ പരിചയമുള്ള ആളായിരിക്കണമല്ലോ. പോയിരുന്ന് ചോറുണ്ടാ നോക്ക്. 1 മിനിറ്റ്. ഭാവിത പെട്ടെന്ന് തന്നെ ഇന്ന് കോളർ ഐ ഡി നോക്കി. എന്നിട്ട് വൈജയന്തിയുടെ നേരൊക്കെ അങ്ങ് തിരിഞ്ഞു. അലീന ചേച്ചി എല്ലാവരും നമ്മ വിളിച്ചത്. ആണെങ്കിൽ എന്താ? വൈജയന്തി വിളിക്കുന്ന മോഡലാണ് ചോദിക്കുന്നത്. പിന്നെന്തിനാ അമ്മ കള്ളത്തരം പറഞ്ഞ റോങ് നമ്പർ ആണെന്ന്? ഭവിതയ്ക്ക് ദേഷ്യം വന്നുകൊണ്ടാണ് ചോദിക്കുന്നത്. വഴക്കുണ്ടാൻ പോവുകയാണെന്ന് രോഗത്തിന് മനസ്സിലായി. അതെ, ഞാൻ അങ്ങനെ പലതും പറയും. എന്റെ മക്കൾ ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി. വൈജയന്തിയുടെ സ്വരത്തിന് കുറച്ച് ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഭവിത ചോദിച്ചു, അല്ല അലീന ചേച്ചി ആരെ അന്വേഷിച്ചേ? നിന്നെ തന്നെ ആടി. എനിക്ക് മനസ്സിലായിരുന്നു ഫോൺ തരാനായിട്ട്. എന്റെ ഫോണിൽ അങ്ങനെ ഒരുത്തി ഇങ്ങോട്ട് വിളിച്ച് സൊള്ളണ്ട. ഞാനേ ഇതിന്റെ വാടക കൊടുക്കുന്നേ. അമ്മയുടെ അല്ല, അച്ഛന്റെ ഫോണത്. ബബിത അരിശത്തോടെ പറഞ്ഞു. അവൾ ചെന്ന് റിസീവർ എടുത്ത് ഇൻകമിംഗ് കോൾ നമ്പർ പ്രസ് ചെയ്യാൻ തുടങ്ങി. ബബിതെ, ഫോൺ അവിടെ വെക്ക്. വൈജയന്തി ആജ്ഞാപിച്ചു. പക്ഷെ ബബിത ഇല്ലാന്നും പറഞ്ഞ് തല വെട്ടിച്ചു. വൈജയന്തി ഉടൻ തന്നെ ഇന്ന് ഫോണിന്റെ ഹോക്കി ബില്ലമർത്തി കോള് കട്ട് ചെയ്തു. അതിനുശേഷം റിസീവർ അങ്ങോട്ട് പിടിച്ചു വാങ്ങി. വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട. ഞാൻ വിളിക്കും. ബബിത റിസീവർ കടന്നെടുത്തു. അതൊന്ന് കാണട്ടെ, ചീടടിച്ച് പൊട്ടിക്കും ഞാൻ. ബബിതയുടെ കണ്ണ് കലങ്ങി. അവൾ കയ്യിൽ റിസീവർ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. അത് പൊട്ടാഞ്ഞ് നിലത്തേക്ക് ആഞ്ഞെറിഞ്ഞു. റിസീവർ 2-3 കഷ്ണങ്ങളായി ചിതറിപ്പോയി. വൈജയന്തി കൈവലിച്ച് അവളുടെ കാരണത്ത് തന്നെ ഒന്ന് കൊടുത്തു. അതായത് ഉടനെ ഫോണിന്റെ കേബിൾ സെറ്റ് എടുത്ത് നിലത്ത് വലിച്ചെറിഞ്ഞു. പിന്നെന്തിനാ ഈ കുന്ത ഇവിടെ വെച്ചിരിക്കുന്നത്? ഇതൊന്നും ഇവിടെ വേണ്ട. വീണ്ടും അവളത് എടുത്ത് ഭിത്തിയിലെറിഞ്ഞു. വീണ്ടും എടുത്ത് നിലത്ത് ആഞ്ഞെറിഞ്ഞു. ടെലിഫോൺ അങ്ങനെ പൊട്ടിയടന്ന് പല കഷ്ണങ്ങളായിപ്പോയി. എന്നിട്ടും കലിയടങ്ങാൻ അവൾ പൊട്ടിയ കഷ്ണങ്ങൾ പെറുക്കി വീണ്ടും തലങ്ങും വിലങ്ങും എറിഞ്ഞു. അടിക്കാൻ അവൾ വൈജയന്തിയുടെ നേർക്ക് ചേറി. എന്തിയെ അടിക്കാതെ? അടിക്കാനും പറഞ്ഞുകൊണ്ട് അത്രയ്ക്ക് ഭ്രാന്തെടുത്ത് പോയിട്ടുണ്ടായിരുന്നു ബബിതയ്ക്ക്. അപ്പോഴേക്കും മുറ്റത്ത് കാറിന്റെ ഇരമ്പിൽ കെട്ടു. അച്ഛൻ വന്നെന്ന് രോഹിത്തിന് മനസ്സിലായി. അവൻ എഴുന്നേറ്റ് ബബിതയുടെ സമയത്തേക്ക് വന്നു. പിന്നാലെ കൃഷ്ണജി എത്തി. ബബിത രോഹിത്ത് അവളുടെ തോളത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ടാന്നും പറഞ്ഞിട്ട് അവൾ കുതിരുമാറി. അവൾക്കങ്ങ് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ബാലേന്ദ്രൻ അകത്തേക്ക് കയറുന്നു. ഹാളിലെ രംഗം കണ്ടിട്ട് ഒരു നിമിഷം അയാൾ അമ്പരന്ന് പോയി. എന്താ രോഹിത്തെ? ഒന്നുമില്ല അച്ഛാ. കണ്ടില്ല മകളുടെ പേക്കൂത്ത്. വൈജയന്തി നിലത്തേക്ക് കൈ ചൂണ്ടി ഫോണടിച്ച് തകർത്തിരിക്കുന്നു. അവൾക്ക് വന്നൊരു കോൾ കൊടുക്കാത്തതിന്. അലീന ചേച്ചി വിളിച്ചപ്പോ അമ്മ ഫോൺ കൊടുത്തില്ല അച്ഛാ. രോഹിത്ത് ബബിതയുടെ സൈഡ് പിടിച്ചു. അതുകൊണ്ട് ഫോൺ തല്ലിപ്പൊട്ടിക്കുമോ? അതാണോ ചെയ്യേണ്ടേ? ഇങ്ങനെയാണോ മക്കളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് ചോദിച്ചിട്ട് വൈജയന്തി കയർക്കുവാണ്. ഇങ്ങനെയാണോ എല്ലാ വീട്ടിലും? എനിക്കറിയണം. എന്റെ മക്കളെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം എനിക്കുണ്ടോ? ബാലേന്ദ്രൻ പറ, ഇന്ന് ഫോൺ തല്ലിപ്പൊടിച്ചോ നാളെ എന്റെ തല തല്ലിപ്പൊട്ടിക്കാനും മടിക്കില്ലോ. ബാലേന്ദ്രൻ ബബിതയെ ഒന്നും നോക്കി. എന്താണ് ഇതൊക്കെ? നീയാണോ ഫോൺ നശിപ്പിച്ചേ? അയാൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അതെ, ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ അത് ഞാൻ പൊട്ടിച്ചാനോ. ബബിത ദേഷ്യത്തോട് കൂടിയിട്ടാണ് പറയണേ. നീ പൊട്ടിക്കുമെന്ന് ബാലേന്ദ്രൻ ചോദിച്ചു. അതെ,
അച്ഛൻ ഇതിനകത്ത് ഇടപെടണ്ട, ഇത് ഞങ്ങൾ തീർത്തോളം രോഹിത്തും പറഞ്ഞു. അത് പോരല്ലോ, എനിക്കറിയണ്ടേ. അറിയണമെങ്കിൽ അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ടെങ്ങാനും മാറി നിന്ന് ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ പോണെന്നും പറഞ്ഞുകൊണ്ട് രോഹിത്ത് ബബിതയുടെ കൈ പിടിച്ചു. അവൾ അല്പം വിസമ്മതം കാട്ടിയെങ്കിലും രോഹിത്ത് വിടാൻ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബലം പിടിവെച്ച് അവളെ നടത്തിക്കൊണ്ട് അങ്ങോട്ട് പോയി. റൂമിലെത്തിയ ശേഷം അവളെ കിടക്കയെ പിടിച്ചെടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുക, ഇത്ര നേരം കിടന്നോളാനൊക്കെ പറഞ്ഞു. എന്നിട്ടും ബബിതയ്ക്ക് ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല. അവൻ എന്ത് ചെയ്തു, അവളുടെ തോളത്ത് പിടിച്ച അവിടെ ഇരുത്തി. എന്നിട്ട് ബബിതയെ പതുക്കെ ഇങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യത്തെ ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങുന്നോടം വരെ ബബിതയ്ക്ക് അല്ലെങ്കിലും പണ്ടുപോലെ ദേഷ്യമുണ്ട്. പിടിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല. രോഗത്ത് പിന്നീട് അവളുടെ തലയിലും നെറ്റിയിലും ഒക്കെ മൃദുവായി തലോടിക്കൊണ്ട് ഇരുന്നു. അതെ, അലീന ചേച്ചിയോട് സംസാരിക്കണം, ഞാൻ വിളിച്ചുതരാം. വേണ്ട, ബബിതയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. അല്ലെങ്കിൽ നീ വിളിച്ചോ, ഫോൺ തന്നേക്കാന്നും പറഞ്ഞോണ്ട് അവൻ പോക്കറ്റിൽ നിന്ന് എന്റെ മൊബൈൽ ഫോൺ എടുത്ത് നീട്ടുവാണ്. എനിക്ക് വേണ്ട. അവളെ കയ്യും കൂടെ തട്ടിമാറ്റി. ഓക്കെ, എങ്കിൽ സാരില്ല എന്ന് പറഞ്ഞു. രോഗത്ത് എഴുന്നേറ്റ് പോയി ഒരു മകി കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് വന്ന അവൾക്ക് കൊടുക്കുവാണ്. എന്നിട്ടും ഭവിതയ്ക്ക് അങ്ങ് ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല. ഇനി ഇന്നത്തെ ദിവസം മൊത്തം അവളിങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുമെന്ന് അവന് നന്നായിട്ടറിയാം. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ എത്തി. മണിശങ്കർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുടുംബത്തിൽ ചില സന്തോഷവും കാര്യങ്ങളൊക്കെ വന്നു. എല്ലാവരുടെ അടുത്തുനിന്ന് അന്വേഷണമൊക്കെ നടത്തി. വൈജയന്തിയോട് ചോദിച്ചു, അല്ല ഈ വീട് എന്ത് പറ്റി ആന്റി? ഇത്രയും വൃത്തികരമായിട്ട് ഞാനിത് കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഓ, ഇപ്പൊ ഇവിടെ ജോലിക്കാരൊന്നും ഇല്ലല്ലോ. ഒരു ജോലിക്കാരി വരുന്നോടം വരെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അല്ല, മുമ്പ് വന്നപ്പോഴൊക്കെ നല്ല നീറ്റായിരുന്നല്ലോ. വേണ്ടാത്ത ഒരു സാധനം ഒരിടത്തും കിടക്കുന്നുണ്ടായിരുന്നില്ല. നല്ല പ്രകാശമുള്ളൊരു വീട്ടിലേക്ക് കയറി വരുന്ന പോലെയായിരുന്നു. ഇതെന്താടാ ഇവിടെ ഉണ്ടായിരുന്ന പ്രകാശം എന്താ എങ്ങോട്ടെങ്കിലും ഒളിച്ചു പോയോന്ന് ചോദിച്ചു. ഓ, ഇവിടെ ഉണ്ടായിരുന്ന വെളിച്ചം പോയില്ലേ. അവളിവിടെ പലർക്കും പ്രകാശമായിരുന്നു എനിക്കറിയാം. വൈജയന്റെ അർത്ഥം വെച്ച് തന്നെയാണ് അങ്ങനെ പറയണത്. അതെ, ആന്റി കളിയാക്കിയതാന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ആന്റി പറഞ്ഞ സത്യമാണ്. അല്ല, ഇനി ഇവിടെ ഉള്ളവർക്കൊരു പ്രകാശം തന്നെയായിരുന്നു. ആന്റി അത് മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടുണ്ടായി ഇരുട്ടാ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നേ. ഇരുട്ട് ഈ വീട്ടിലല്ലേ മനു, നിന്റെ വീട്ടിലല്ലോ. ഇത് ഞങ്ങൾ സഹിച്ചു. ഓക്കെ, ആന്റിയോട് ഞാൻ വഴക്കിനില്ല. മനുഷ്യങ്ങൾ രോഗത്തിന്റെ അടുത്തേക്ക് പോയി. അലീനെ വിളിക്കാറുണ്ടോന്ന് ചോദിച്ചു. മിക്ക ദിവസം വിളിക്കും. അവൾക്ക് അവിടെ സുഖമാണെന്നൊക്കെ പറഞ്ഞോ. ഓ, മനുവേട്ടന് അറിയത്തില്ലാത്ത പോലെ. രോഹിത്ത് അവന്റെ നേർക്കൊന്ന് പാളി നോക്കി. നീ വിചാരിക്കുന്ന പോലെ അവളെന്നെ പതിവായിട്ടൊന്നും വിളിക്കില്ലടാ. വല്ലപ്പോഴും കുറച്ച് സമയം മാത്രം. മനുവേട്ടൻ അങ്ങോട്ട് വിളിക്കാലോ. എടാ, നമ്മൾ ആണുങ്ങളല്ലേടാ, കൂടെ കൂടെ അങ്ങോട്ട് വിളിച്ചാൽ നമുക്കൊരു വിലയുണ്ടോ? പിന്നെ മനുവേട്ടൻ അറിയോ ശരിക്കും അലീന ചേച്ചി എവിടെയാണെന്ന്? മനുഷ്യങ്ങനെ പെട്ടെന്ന് അപകടം എടുത്തു. കുളത്തൂപ്പഴിയില്ല. അവിടെ എവിടെയാ? അതെനിക്ക് നല്ല പിടിയൊന്നുമില്ല. മനുവേട്ടൻ ഇതുവരെ ചോദിച്ചിട്ടില്ലേ? നിനക്ക് ചോദിക്കായിരുന്നില്ലേ? ഞാൻ ചോദിച്ചപ്പം കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ എന്തോ ടെലിഫോൺ ഓപ്പറേറ്ററാണെന്നോ റബ്ബർ കമ്പനിയിലാണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അലീന ചേച്ചി കള്ളം പറയാൻ തുടങ്ങിയെന്നൊരു സംശയം. എനിക്കും തോന്നി അവള് കള്ളം പറഞ്ഞാന്ന്. നിനക്ക് അങ്കിളിനോട് ചോദിച്ചുകൂടായിരുന്നോ? ചോദിക്കണം. മനുവേട്ടനോട് ചോദിച്ചിട്ടാന്ന് കരുതിയത്. എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അലീന ചേച്ചി എന്തിനാ ജോലി ചെയ്യുന്നത്തെ അഡ്രസ്സ് മറച്ചു വെക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അച്ഛനും അത് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അലീന ചേച്ചി എന്തെങ്കിലും ഒളിച്ചു വെച്ചിട്ട് മറ്റൊരു മുഖം കാണിക്കാത്ത പ്രകൃതിക്കാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ചോദ്യത്തിന് അങ്ങ് സംശയം മാറുന്നുണ്ടായിരുന്നില്ല. അല്ല, അത് ചിലപ്പോൾ അലീനയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കുന്നേ. ആരും അങ്ങോട്ട് ഒന്ന് ശല്യപ്പെടുത്താതിരിക്കാനായിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ VIP ഒന്നുമില്ലല്ലോ. ബ്ലാക്ക് കാറ്റിന്റെ കാവല് കഴിയാനിട്ട് അലീന ചേച്ചി ഇവിടെ താമസിച്ചപ്പോ സംഭവിക്കുമായിരുന്നിട്ട് 10-1 അപകടം പോലും മറ്റൊരു സ്ഥലത്ത് ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടുന്ന് ആരും പോയി ഉപദ്രവിക്കത്തുമില്ല. ഒളിവായി കഴിയേണ്ട യാതൊരു ആവശ്യം അലീന ചേച്ചിക്കും ഇല്ല. മണിശങ്കർ മറുപടിയൊന്നും പറഞ്ഞില്ല. മനുവിനറിയാം ഇനി പറയാൻ പോയിട്ടുണ്ട് ശരിയാകത്തില്ലെന്ന്. രോഹിത്ത് ബുദ്ധിമാനാണെന്നറിയാം. അവനെ അങ്ങനെ പെട്ടെന്നൊന്നും കവളിപ്പിക്കാനും പറ്റത്തൊന്നുമില്ല. അതെ, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കെ. ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറ. അല്ല, ഭവിതയ്ക്ക് എന്ത് പറ്റി? അവൾ എന്നെ കണ്ടൊന്നും മൈൻഡ് പോലും ചെയ്തില്ലല്ലോ. ഒടുവിൽ അമ്മയും മകളും തമ്മിലുണ്ടായ വഴക്കിനെ പറ്റി രോഹിത്ത് മനുശങ്കറിനോട് പറഞ്ഞു. മനുശങ്കർ ഭവിതയുടെ മുറിയിലെത്തി. അവൾക്കാണെങ്കിൽ വല്ലാത്ത സങ്കടമായിരുന്നു. വെറുതെ കിടക്കയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. നിന്റെ ഫോണിന് എന്ത് പറ്റി? അറിയില്ല, അത് വർക്ക് ചെയ്യുന്നില്ലേ. ഇൻകമിംഗ് കോളൊന്നും കിട്ടുന്നില്ല. ഞാനിപ്പോ വന്ന എന്തിനാണെന്നറിയോ? ഇല്ല, അലീന പറഞ്ഞിട്ട്. അതിന് ഞാനെന്ത് വേണം? നിന്നെ വന്ന് കാണാന്ന് പറഞ്ഞ് അവള് നിർബന്ധിച്ചു. എന്തിനാ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നിന്റെ അടുത്ത് വരണം, നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്നെ അന്വേഷിക്കണമെന്നെല്ലാം പറഞ്ഞു. മറ്റാരെ പറ്റി അവളും പറഞ്ഞില്ല. ഓഹോ, അപ്പൊ ഞാനാണ് ഈ വീട്ടിലെ കുഴപ്പക്കാരിയല്ലേന്ന് ഭവിത ചോദിച്ചു. അത് നിന്റെ തോന്നല. നിനക്ക് മറ്റൊരാളേക്കാൾ സ്നേഹവും കരുതലും ആവശ്യമാണെന്ന് അവൾ പറഞ്ഞേ. നിന്റെ കാര്യത്തില് അവൾക്കൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടെന്നർത്ഥം. എനിക്കറിയാം. മനുവേട്ടൻ എന്നെ പ്രീതിപ്പെടുത്താൻ പറഞ്ഞെന്നാണെന്ന്. മനുശങ്കറുടൻ മൊബൈൽ ഫോൺ എടുത്ത് നമ്പർ പ്രസ് ചെയ്തു. എന്നിട്ട് ഭവിതയുടെ നേർക്ക് നീട്ടി. നീ തന്നെ ചോദിച്ചു നോക്ക്, ഞാൻ പറഞ്ഞ കള്ളത്തരമാണോന്ന്.
എനിക്ക് വേണ്ട ആരുടെ ഫോണ്? അതേ റിങ് ചെയ്തോണ്ടിരിക്കുക, എടുക്കുക. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മനുഷ്യങ്ങളുടെ ഫോൺ കാതോടെ എടുത്തു. റിങ് ചെയ്ത് തീർന്നില്ല. അപ്പോഴേക്കും അലീനയുടെ ശബ്ദം കേട്ടു. മനുവേട്ടാ, ഞാനിപ്പോ കടപ്പോട്ടരാ. അതെ, ഞാൻ അവൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. ബാബതയാണോ? എങ്ങനെ മനസ്സിലായി? അവളാണെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരോടും പിണങ്ങിയിരിക്കുക. ഹോൾഡ് ചെയ്യണോ? മനുഷ്യങ്കര വേണ്ട നടത്തത്തിലൊന്നും തലയിരിച്ചു. അതെ, ഇത് പിടിക്കു വെച്ച ചുമ്മാ കൊഞ്ചല്ലേ, വയസ്സ് 18ആയി, ഇപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെയാ. ഉടയിൽ ബബിത ഫോൺ വാങ്ങി ഗൗരവത്തിലൊരു ഹലോ പറഞ്ഞു. മോളെ എന്നുള്ള വിളി. ആ വിളി വെച്ച കേട്ടതും ബബിതയുടെ കണ്ണ് നിറഞ്ഞുപോയി. അവള് ഫോണുമായി കട്ടിലിൽ എഴുന്നേൽക്കുന്നുണ്ടപ്പോ തന്നെ മനുഷ്യങ്ങനെ കാര്യം മനസ്സിലായി. അവിടെ ഇരുന്ന് സംസാരിച്ചോ? ഞാൻ അങ്കിളിനെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ബബിത, നീ എന്താ മോളെ മിണ്ടാത്തെ? എന്നോട് പിണങ്ങിയോ? ഇല്ല. നീ എന്താ കരയാണോ? അത്രയ്ക്ക് സങ്കടം വരെ എന്തുണ്ടായി? നല്ല ധൈര്യമുള്ള കുട്ടിയല്ലേ. അമ്മയായിട്ട് മോള് വഴക്കുണ്ടാക്കിയോ? കവളത്തേക്ക് വീണുകൊണ്ടിരുന്ന കണ്ണീരൊക്കെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചുകൊണ്ടാണ് പറയുന്നത്. സാരമില്ല, മോൾ അവിടെ ഇരിക്കുവാണോ കിടക്കുവാണോ? ബെഡിലിരിക്കുക. ദേ എന്റെ മടിയിലേക്ക് തല വെച്ച് കിടന്നോ എന്ന് പറഞ്ഞു. ബബിത തലയണയിലേക്ക് പതുക്കെ ചാഞ്ഞു. അത് ആശ്വാസത്തിന്റെ ഒരു മടിത്തട്ടാണ് നമുക്ക് തോന്നി. കാരണം അലീന അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. കാരണം അലീനയുടെ അടുത്തിരിക്കുമ്പോൾ എന്ത് വിഷമമുണ്ടല്ലോ അവൾക്ക് കുറച്ച് കുറഞ്ഞു കിട്ടുമായിരുന്നു. പിന്നീട് ബബിത അമ്മയുമായി വഴക്കുണ്ടാക്കുന്നതിനെ പറ്റി എല്ലാം കണ്ണീരോടെ കൂടി പറയാണ്. എല്ലാ അലീന കേട്ടു. അതെ, അമ്മ ചെയ്തതും തെറ്റാണ്, നീ ചെയ്തതും തെറ്റാണ്. ഓഹോ, അപ്പൊ അമ്മയല്ല ആദ്യം തെറ്റ് ചെയ്തേ, അത് കാരണമല്ലേ ഞാന്. പക്ഷേ നീര അമ്മയെപ്പോലല്ലോ, നല്ല കുട്ടിയല്ലേ, നീ അമ്മയോട് ക്ഷമിക്കണ്ടേ? നീ ഒരിക്കലും ഫോൺ നശിപ്പിക്കരുതായിരുന്നു. അതിന്റെ വിലയല്ല പ്രധാനം, പ്രവൃത്തിയാണ്. നീ അമ്മയോട് സോറി പറയണം. ഇല്ല, ഞാൻ സോറിയൊന്നും പറയില്ല. അമ്മ ആദ്യം വഴക്കുണ്ടാക്കിയത്, അമ്മയാ സോറി പറയേണ്ടത്. ഇതേ മോളെ, അങ്ങനെ പറയരുത്. അമ്മമാരും മനുഷ്യരല്ലേ, അവർക്കും വാശിയുണ്ട്, ദേഷ്യമുണ്ട്, ഇഷ്ടക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും എല്ലാ അച്ഛനമ്മമാരും മാതൃകാ മാതാപിതാക്കളായിരിക്കണമെന്ന്. അവർക്കൊരിക്കലും തെറ്റുപറ്റാൻ പാടില്ല. പക്ഷെ അവരും നമ്മളെപ്പോലെ തന്നെയാ, പ്രായ കൂടുതലുണ്ടെന്നല്ലേ ഉള്ളൂ. അവർക്കും തെറ്റുപറ്റും. അമ്മമാർ മക്കളോട് ക്ഷമിക്കുന്ന പോലെ മക്കൾക്ക് അമ്മമാരും ക്ഷമിക്കാനുള്ള കടമയൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയെ സോറി പറയണ്ടേ? പറയേണ്ടതാണ്. പക്ഷെ അമ്മയ്ക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ ആരുണ്ട്? അമ്മയുടെ വിഷമങ്ങളും പരാതികളും സങ്കടങ്ങളും അമ്മ ആരോട് പറയും? ആരുമില്ലാത്ത സമയം നിനക്കോ? ഞാനുണ്ട്, രോഹിത്തുണ്ട്, അച്ഛനുണ്ട്, എല്ലാരും ഇല്ലേ? നിന്നോടൊപ്പം ഞങ്ങൾ എല്ലാരും നിൽക്കില്ലേ? പക്ഷെ നിനക്കറിയാം നിന്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ മോൾ എന്താ ചെയ്യണ്ടേ? അമ്മയുടെ അടുത്ത് പോയി സോറി പറയണം. അങ്ങനെ ചെയ്യുമ്പോ മോൾ അമ്മയെക്കാളും മിടുക്കിയാവില്ലേ ചെയ്യുന്നേ? അതെ, ഞാൻ സോറി പറഞ്ഞാലും അമ്മ ചിലപ്പോൾ റിയാക്ട് ചെയ്യുക പോലുമില്ല. കാണിച്ച അഹങ്കാരമാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേടി എന്നും പറഞ്ഞ് എന്നെ വീണ്ടും നാണം കെടുത്തുകയും ചെയ്യും. അങ്ങനൊന്നും അമ്മ ചെയ്യില്ലെന്നേ. റിയാക്ട് ചെയ്തില്ലെങ്കിലും മോളൊന്നും കണക്കാക്കണ്ട. നമ്മൾ തെറ്റ് ചെയ്തു, സോറി പറഞ്ഞു, നമ്മുടെ മനസ്സ് ക്ലീനായി. അമ്മ സോറി പറഞ്ഞില്ല, അമ്മയുടെ മനസ്സിൽ അഴുക്കിരിക്കുന്നു, ആ നമ്മുടെ തെറ്റല്ല. പക്ഷെ 10 പ്രാവശ്യം മോളിങ്ങനെ സോറി പറഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും അമ്മ മോളെക്കാൾ ചെറുതായി പോയല്ലോ എന്ന്. സ്നേഹം കൊണ്ട് ക്ഷമ കൊണ്ടല്ലാതെ അമ്മയെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഭാവിത ഇങ്ങനെ എല്ലാം മോളി കേട്ടോണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവളുടെ മനസ്സ് പതിയെ ശാന്തമായിട്ട് വന്നു. മോളമ്മയോട് ചെന്ന് സോറി പറയോ? പറയാം, അച്ഛനോടും പറയണം. മിടുക്കി. അല്ലെങ്കിലും എനിക്കറിയാം പുറമെ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും മോള് നല്ല മനസ്സിന്റെ ഉടമയാണ്. അലീനി ചേച്ചി, ഞാനും വരട്ടെ. എങ്ങോട്ട്? അലീനി ചേച്ചി താമസിക്കുന്നിടത്തേക്ക്. അതെങ്ങനെ ശരിയാവും? നിനക്ക് അടുത്ത വർഷം കോളേജിൽ പോണ്ടേ? അവിടെ കോളേജൊന്നും ഇല്ലേ? എനിക്ക് ഇവിടെ മടുത്തിട്ടാ. ഇവിടെ താമസിച്ചാൽ ഞാൻ എന്തൊക്കെ ആയി തീരുമെന്ന് പോലും എനിക്കറിയില്ല. സാരമില്ല, ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. പ്രാർത്ഥിച്ചാ മതി. ഒരുപാട് ദേഷ്യം തോന്നിപ്പിക്കില്ലേ. ക്ഷമിക്കാനുള്ള ശക്തി തരണേ, മനസ്സിനെ ബലപ്പെടുത്തണേ എന്നൊക്കെ. ബാലേന്ദ്രമേനോനും മനുഷ്യങ്ങളും കൂടെ മുഴുത്ത മുറിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഭവിത എവിടേക്ക് എന്നിട്ട് ഇതാ മനുവേണ്ട ഫോൺ എന്ന് പറഞ്ഞു. അവൾ അവന്റെ ഫോൺ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ബാലേന്ദ്രന്റെ നേർക്ക് തിരിഞ്ഞിട്ട് ഇച്ചിരി നാണത്തോടെ പറഞ്ഞു, ഒരു ചെല്ല് സങ്കടവും അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛാ സോറി അച്ഛാ, ഫോൺ തല്ലിപ്പൊടിച്ചാന് ദേഷ്യം വന്നപ്പോ ചെയ്തു പോയതാ, സോറി. ബാലേന്ദ്രൻ അവളുടെ നേർക്ക് കൈയിട്ടി അവൾക്കൊരു ക്ഷയിക്കാൻ നൽകി. അമ്മയോട് പറഞ്ഞു, പറയാൻ പോവാ. വെരി ഗുഡ്, താങ്ക് യു എന്നും പറഞ്ഞു ഭവിത ചിരിച്ചുകൊണ്ട് മുറിവിട്ടിറങ്ങിപ്പോയി. അങ്കിൾ അവളുടെ മുഖം ശ്രദ്ധിച്ചോ? ഭയങ്കര മൂടിയായിട്ടിരുന്നവളാ. പക്ഷെ അലീനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ എത്രമാത്രം സന്തോഷം. ബാലേന്ദ്രൻ പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം തീർന്നില്ലോ. അങ്കിൾ എന്തായാലും രോഗത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. എന്താടാ അങ്ങനെ പറഞ്ഞേ? അല്ല, നോർത്തേക്ക് അവന് സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അലീനെ ഒളിവിൽ എന്ന പോലെ പാർപ്പിച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അഡ്രസ് കൊടുക്കാത്തതെന്ന്? കൊച്ചുകുട്ടിയൊന്നും അല്ല അവന്. ഞാൻ സത്യം പറയേണ്ടി വരുമല്ലേ? അങ്കിളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന നല്ലതാ. പിന്നെ വേറൊന്ന്, ഞാൻ കൊടുത്തപ്പോഴൊരുന്ന് പോയിക്കോട്ടെ. അതെന്തിനാടാ എന്നോട് അനുവാദം ചോദിക്കുന്നേ? അലീനോടല്ലേ ചോദിക്കണ്ടേ? അല്ല, അങ്കിളിന് സമ്മതം കിട്ടണം എനിക്ക്.
അങ്കിളാണ് അവളെ അവിടെ എത്തിച്ചേ. എന്ന് പോവാനാ? നാളെ. പോയിട്ട് എന്നെ ഒന്ന് വിളിക്കണം. താങ്ക് യു അങ്കിൾ. മനുഷ്യങ്കർ സന്തോഷത്തോടെയാണ് എഴുന്നേക്കുന്നത്. എങ്ങനെയാ അലീനെ ഒന്ന് കാണണം, ഇനിയും കാണാതിരിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവന്റെ മനസ്സിൽ. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ. അവള് പോയിട്ട് 2-3 ദിവസം ആയിട്ടുള്ളൂ. എന്നാലും മനസ്സിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു മനുവിന്. കാണാതിരിക്കാൻ പറ്റാത്ത പോലൊരു തോന്നല്. അതുകൊണ്ടാണ് അവിടെ പോയി അവളുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വിചാരിക്കുന്നത്. അതിന്റെ കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. അപ്പൊ ഇത് നമ്മള് TV കാണുന്ന പോലെ അല്ല, നോവലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാ പറയുന്നത് കേട്ടോ. കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവേ. കാണാൻ താല്പര്യമുള്ളവർ കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.